നേന്ത്രപ്പഴവും മുട്ടയും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അതിനായി ഞാൻ 2.5 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല വലിയ പഴമായിരുന്നു. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണിത്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നിങ്ങളുടെ കയ്യിലുള്ള വെളിച്ചെണ്ണയോ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ടേസ്റ്റ് ഉണ്ടാവുക ബട്ടറും നെയ്യും ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ ബട്ടറും നെയ്യും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായി പഴമിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ഭാഗമായാൽ മറുഭാഗം തിരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ബട്ടറോ നെയ്യോ ഉണ്ടെങ്കിൽ അതാവും ബെസ്റ്റ്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തതും മുന്തിരിയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ശേഷം അതിലേക്കൊരു കപ്പ് തേങ്ങ ചിരകിയത്, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എന്നിവയൊക്കെ ചേർക്കുക. ശേഷം ചെറുതായിട്ട് ഇളക്കി അതൊന്ന് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലോട്ട് 2 കോഴിമുട്ട ഒഴിച്ച് അതിലേക്ക് 2 സ്പൂൺ മൈദയും 1 സ്പൂൺ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കാം. ശേഷം നമ്മൾ വാട്ടിയ ഓരോ പഴവും നിരത്തി വെക്കുക. ഇനി നമ്മുടെ മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും പരത്തുക. ശേഷം നമ്മുടെ ഫില്ലിംഗ് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് പരത്തിയ ശേഷം വീണ്ടും പഴം അതിൻ്റെ മുകളിലോട്ട് വെച്ച് എല്ലാ ഭാഗവും കവർ ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിൽ ഒഴിക്കാം. എന്നിട്ടൊന്ന് പരത്തിയതിനു ശേഷം സിമ്മിലിട്ട് ഒരു 3 മിനിറ്റ് അടച്ച് വേവിക്കുക. ഞാൻ ഫ്രൈ പാൻ കമഴ്ത്തി തിരിച്ചിട്ടതാണിത്. മറ്റേ ഭാഗം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വേവിക്കാം. നമ്മുടെ ഐറ്റം ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പഴവും മുട്ടയും കൊണ്ട് വെറും 10 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത് കേട്ടോ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.